അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. വി ആർ ലക്കി ദാറ്റ് നമ്മുടെ എക്സാമിനേഷൻസ് ആക്ച്വലി 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ആവും. നമുക്ക് ആക്ച്വലി ക്രിസ്മസ് വെക്കേഷന് ശേഷം എക്സാമിനേഷൻ ഇല്ല. പക്ഷേ എന്നാൽ ടൈറ്റ് ഷെഡ്യൂളുമാണ് അല്ലേ. ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇങ്ങനെ എക്സാമിനേഷൻ ഇങ്ങനെ മാല പോലെ വരികയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പക്ഷേ കഷ്ടകാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിനേക്കാൾ പോർഷൻസ് സെക്കൻഡ് ടേമിലും ഉണ്ട്. ദിവസവും ഇല്ല, പോർഷൻസും കൂടുതൽ, എല്ലാം കൊണ്ടും നല്ല എന്താ പറയുക ഏറ്റവും ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബട്ട് നമുക്കത് ടാക്കിൾ ചെയ്യാം. എങ്ങനെ നമുക്ക് ക്ലെവർ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നാളെ എക്സാം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ ഒരു ടെൻഷൻസ്, അതായത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ലാസ്റ്റ് ഡേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാതെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ഇനിയും പഠിക്കാൻ ഇനി മിച്ചമുണ്ടോ അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് പ്രിപ്പയർ എ സ്റ്റഡി പ്ലാൻ ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങുക. ജസ്റ്റ് സ്റ്റഡി പ്ലാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ചെയ്യരുത്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, അതല്ല. ഈ ദിവസം ഇന്ന ടോപ്പിക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ ഞാൻ പഠിച്ചു തീർക്കും. അത് എത്ര സമയം എടുക്കുന്നു അത്രയും സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. ബട്ട് അത് കഴിഞ്ഞ് സമാധാനമായിട്ട് കിടന്നു തുടങ്ങാം. ഓക്കെ, സോ ആ രീതിയിൽ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്ത് ഈ ഉള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് അതിൽ ഏറ്റവും പാടുള്ള ചാപ്റ്റേഴ്സ് വേണം ആദ്യം നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബയോളജിയുടെ കേസിലേക്ക് വരാം. ബയോളജിയിൽ ബോട്ടണിയിലാണെങ്കിൽ താരതമ്യേന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. കാരണം ബയോടെക്നോളജി, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, ഈ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിൽ ആക്ച്വലി ബയോടെക്നോളജിയാണ് ഉള്ളതിൽ വെച്ച് വലിയ ചാപ്റ്റർ. അതിൻ്റെ പകുതി പോർഷൻ ആക്ച്വലി ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ബാക്കി പോർഷനിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ആപ്ലിക്കേഷനും അതുപോലെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, വലിയ ആനയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ ഒരു ആടിൻ്റെ സൈസേ ഉള്ളൂ. കാരണം കുറേ പോർഷൻസ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ചെറിയൊരു ചാപ്റ്ററായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ബോട്ടണി ചാപ്റ്റേഴ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത് ബയോടെക്നോളജിക്ക് തന്നെയായിരിക്കും. ഞാൻ ബയോടെക്നോളജി പറയുമ്പോൾ ഇൻക്ലൂഡിങ് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ അറൌണ്ട് 16 or 15 മാർക്സ് അതിൽ നിന്ന് തന്നെ വരും. പിന്നെ ഓർഗാനിസംസ് പോപ്പുലേഷൻ ഒരു 10 മാർക്സോളം അതിൽ നിന്ന് കിട്ടും. പിന്നെ ചിലപ്പോൾ ഫസ്റ്റ് ടേം പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാകും. സോ അതുകൊണ്ട് ഫസ്റ്റ് ടേം പോർഷൻ കളഞ്ഞിട്ട് പോകേണ്ട, അതൊന്ന് റഫായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് പോകേണ്ടത്. കമ്മിങ് ടു സുവോളജി, അവിടെ ഒരു രാജാവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഏറ്റവും വലിയ ചാപ്റ്റർ, ഈ ബയോളജിയിൽ തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ. സോ ഏകദേശം ഒരു 15 മാർക്ക് ഈ ഒരൊറ്റ ചാപ്റ്റർ കൊണ്ടുപോകും. സോ അത്രയും വലിയ ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ്. വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഓഫ് കോഴ്സ് എവല്യൂഷനും നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. സോ എവല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ഉണ്ട്. സോ ഈ 3 ചാപ്റ്റേഴ്സും വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സാണ്. ഇവയെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിനേഷന് പോകേണ്ടത്, മറക്കരുത്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ബയോളജിയുടെ എക്സാമിനേഷൻ ഉണ്ടാവുക. സോ ഏകദേശം 6 ചാപ്റ്റേഴ്സ്, ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടേം പോർഷൻ കൂടി ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് അത്രയും 7 വരെയുള്ള അത്രയും ചാപ്റ്റേഴ്സ് ചേർത്ത് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് മനസ്സിലായല്ലോ. അതിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ അല്ല പറയുന്നത്, പക്ഷെ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കൂ, സൂപ്പറായിട്ട് പഠിക്കൂ. ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ആലോചിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും അല്ലേ. കാരണം ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, ചാപ്റ്ററിൻ്റെ നെയിം പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച്, അതായത് നമ്മുടെ അഗ്നി ബാച്ച് വീണ്ടും നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് എത്തിയിരിക്കുകയാണ്. 30% ഓഫ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും ഉണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്തു, നമ്മളെന്തെങ്കിലും ചെയ്തു തരണ്ടേ? ഓഫ് കോഴ്സ് ടീം സൈലം വരുന്നുണ്ട്. മെഗാ മാരത്തോണുമായിട്ട് നമ്മൾ 10 days ചലഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററായിട്ട് റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അത് ഡബിൾ ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ഒരു തലവേദന നമുക്ക് ഒഴിവാക്കാം. സോ ടീം സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈവുകൾ കാണാം.